സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആലിസ് ജോസ്. പ്രത്യാശയുടെ സന്ദേശം പകർന്ന് ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നു. മാനവകുലത്തിന്റെ പാപപരിഹാരാർത്ഥം കുരിശിൽ മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ട യേശുവിന്റെ ചേതനയേറ്റ ശരീരത്തിൽ സുഗന്ധതൈലം പൂശാൻ ആഴ്ചയുടെ ആദ്യ ദിനം അതിരാവിലെ കല്ലറയ്ക്കരികെ കരഞ്ഞുകൊണ്ടെത്തിയ സ്ത്രീകൾ കണ്ടത് ശൂന്യമായ കല്ലറയാണ്. ദൈവദൂതൻ അവരോട് പറഞ്ഞു, അവൻ ഇവിടെയില്ല, അവൻ ഉയിർത്തെഴുന്നേറ്റു. ചരിത്രത്തിലാദ്യമായി ഒരു കല്ലറ ഉള്ളിൽ നിന്നും തുറക്കപ്പെട്ടു. പിറവി മുതൽ ഗാഗുൽത്ത വരെ എത്രയോ വട്ടം ശൂന്യവത്കരണത്തിന്റെ വഴിയെ നടന്ന ദൈവപുത്രനായവൻ ക്രിസ്തു വലിയ സഹന ദിവസം ദുഃഖവെള്ളിയിൽ എല്ലാം പൂർത്തിയാക്കി ദൈവകരങ്ങളിൽ തന്റെ ആത്മാവിനെ സമർപ്പിച്ച് സ്വയം ശൂന്യനായി. ക്രിസ്തു സകല ജനതയ്ക്കുമായി കാത്തുവെച്ച ഒരത്ഭുതമുണ്ട്. അത് ശൂന്യമായ കല്ലറയുടെ അത്ഭുതമാണ്. അവൻ അന്നോളം കാണിച്ച എല്ലാ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും മീതെയായിരുന്നു അത്. ഉയിർപ്പ് തിരുനാൾ അഥവാ ഈസ്റ്റർ വേദനയുടെ ഇരുണ്ട രാവിനപ്പുറം പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും പ്രകാശമുണ്ടെന്ന സത്യം ഉദ്ഘോഷിക്കുന്ന മഹാസംഭവമാണ്. ഓശാനയുടെ മഹത്വത്തിന് ശേഷമല്ല, മറിച്ച് ദുഃഖവെള്ളിയുടെ കഥനത്തിന് ശേഷം കൊണ്ടാടുന്ന ഉദ്ധാന മഹോത്സവമാണത്. ക്രൈസ്തവ ജനതയുടെ ഏറ്റവും വലിയ വിജയോത്സവം. മനുഷ്യന് അനിവാര്യമായ മരണത്തെ കീഴ്പ്പെടുത്തി മനുഷ്യനായി അവതരിച്ച ദൈവം വിജയശ്രീ ലാളിതനായി മൂന്നാം ദിനം ഉയിർത്തെഴുന്നേറ്റു എന്നതാണ് അതിനടിസ്ഥാനം. അതുതന്നെയാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ പരമമായ അടിത്തറയും. ക്ലാറൻസ് ഹാൾ എന്ന പണ്ഡിതൻ പറയുന്നുണ്ട്, ഈസ്റ്റർ നമ്മോട് എന്തെങ്കിലും സംവേദനം ചെയ്യുന്നുവെങ്കിൽ അത് ഇപ്രകാരമായിരിക്കും: നിങ്ങൾക്ക് സത്യത്തെ കല്ലറയിൽ ഭദ്രമായി നിക്ഷേപിക്കാം, പക്ഷേ അതവിടെ തുടരുകയില്ല. നിങ്ങൾക്ക് സത്യത്തെ കുരിശുമരത്തിന്മേൽ ആണിയടിച്ച് തറയ്ക്കാം, പുത്തൻ തുണി കൊണ്ട് ചുറ്റിപ്പൊതിഞ്ഞു കെട്ടാം, എന്നിട്ട് ഒരു കല്ലറയിൽ സൂക്ഷിക്കാം. പക്ഷേ അതവിടെ നിന്ന് വിജയമകുടം ചൂടി പുറത്തുവരും. ബൈബിളിൽ ലാസറിന്റെ കഥയുണ്ട്. ലാസറിന്റെ ശവകുടീരത്തിനരികിലിരുന്ന് കരയുന്ന സഹോദരി മറിയയോട് യേശു പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഈ വാക്കുകളുടെ പൂർത്തീകരണമാണ് ക്രിസ്തുവിന്റെ ഉയിർപ്പിൽ നാം കാണുക. മനുഷ്യന്റെ പ്രതീക്ഷ എവിടെ അസ്തമിക്കുന്നുവോ അവിടെ മനുഷ്യനായി പിറന്ന ദൈവപുത്രന്റെ ഉയിർപ്പ് പ്രത്യാശയുടെ അടയാളമാകുന്നു. പാപത്തിന്മേലും മരണത്തിന്മേലുമുള്ള വിജയവും നിത്യപ്രകാശത്തിലേക്കുള്ള കവാടവുമാകുന്നു. ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന് എന്ന് കല്ലറയ്ക്കരികെ എത്തിയവരോട് ദൈവദൂതൻ ചോദിക്കുന്നുണ്ട്. മരണം ഒരവസാന വാക്കല്ല എന്നും മരണത്തിനപ്പുറം ജീവന്റെ പ്രകാശമുണ്ടെന്നും മരണത്തെ ജയിച്ച ക്രിസ്തുവിന്റെ ഉദ്ധാനം ഉറപ്പു തരുന്നു. ഉദ്ധിതനായവൻ സ്ഥലകാല പരിമിതികൾക്കതീതനാണ്. കല്ലറയിൽ ഇല്ലാത്തവൻ നമ്മോട് കൂടിയുണ്ട് എന്നാണ് ഈസ്റ്റർ നൽകുന്ന മഹത്തായ സന്ദേശം. മാത്രമല്ല, ആത്യന്തിക വിജയം സത്യത്തിന്റെയും നന്മയുടേതുമാണെന്ന് ഈസ്റ്റർ ഉദ്ഘോഷിക്കുന്നു. ദുഃഖവെള്ളിയാഴ്ച സത്യത്തെ കുരിശിൽ തറച്ചാൽ മൂന്നാം നാൾ സത്യം ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഉയിർപ്പ് തിരുനാൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ ബോധ്യം നമ്മിലുമുണ്ടാകണം. അനുദിന ജീവിത പ്രതിസന്ധികൾക്കിടയിൽ തളർന്നും തകർന്നും പോകുന്ന മനുഷ്യർക്ക് ഉയിർപ്പിന്റെ സന്ദേശം പകരാൻ നമുക്ക് കഴിയണം. യേശുവിന്റെ സ്നേഹത്താൽ അപരനെ പൊതിയണം. യേശുവിന്റെ ക്ഷമയാൽ സഹോദരനെ ചേർത്ത് നിർത്തണം. ഉദ്ധാനം ദൈവത്തിന് മനുഷ്യനോടുള്ള നിത്യസ്നേഹത്തിന്റെ പ്രകടനമാണ്. ഉദ്ധിതൻ നൽകുന്ന സമ്മാനം സമാധാനമാണ്. നമുക്കും കുടുംബങ്ങളിൽ, ദേശങ്ങളിൽ, സൗഹൃദങ്ങളിൽ പരസ്പരം സമാധാനം പകരുന്നവരാകുക. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ടെന്നെ കൈവിട്ടു എന്ന വിലാപത്തിന്റെ ദുഃഖവെള്ളിക്കപ്പുറം സകല പുൽനാമ്പും ഹല്ലേലൂയ പാടുന്ന ഉയിർപ്പുനാൾ വന്നണയുമെന്ന വലിയ പ്രത്യാശ ഏത് കഷ്ടസ്ഥിതിയിലും പുലർത്താൻ മാനവകുലത്തിന് കഴിയട്ടെ. അങ്ങനെ ഈസ്റ്റർ ആഘോഷിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ ഏറ്റവും മഹത്തരവും അനശ്വരവുമായ ഉദ്ധാനത്തിൽ നമുക്കും പങ്കുചേരാം. ശുഭദിനം. ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ആലിസ് ജോസ്.